ആ ആ മതി മതി. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു മൈക്കിനകത്തൂടെ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 23-24 വാക്യം. അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവരാരും അത് കാണുകയില്ല. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഇംഗ്ലീഷിൽ if you have the mic please. ഇവിടെ They certainly shall not see the land of which I swore to their fathers, nor shall any of those who reject me see it. But my servant Caleb, because he has a different spirit in him and has followed me fully, I will bring him to the land where he went, and his descendants shall inherit it. Amen. ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise God for the word of God. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. Let's all be in the presence of the Lord with prayer. ഇവിടെ ഒരു ദൈവഭക്തനെ കുറിച്ചുള്ള സ്വർഗ്ഗത്തിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ വായിച്ചത്. This is the testimony about a saint that the heaven is saying. ഇപ്രകാരം സാക്ഷ്യം പ്രാപിച്ച നിരവധി ഭക്തന്മാർ വിശുദ്ധ വചനത്തിലുണ്ട്. There are many saints that has got this type of testimony. അതിൽ ഒരാളാണ് ഇയ്യോബ്. And that's a one person called Job. മറ്റൊരു വ്യക്തിയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട കാലേബ്. And this is Caleb, that's the second person. ഇവിടെ വായിക്കുന്ന പദം ഇങ്ങനെയാണ്, എൻ്റെ ദാസനായ കാലേബോ അവന് വേറെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. And says that my beloved servant Caleb is a person with a different character. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കാർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലായിരുന്നു. And we can see the saints of the Old Testament didn't have a Holy Spirit, filling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വായത്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. And they never had the power to incorporate the Holy Spirit in them. എങ്കിലും അവർ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. And therefore still they did a great works for the Lord. ഇവിടെ കാലേബിനെ സംബന്ധിച്ച് അവന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലായിരുന്നു. And we can see the Caleb never had the Holy Spirit power. എങ്കിലും ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തവനായിരുന്നു കാലേബ്. But he did a great mighty things for the Lord. അപ്പം ഇപ്രകാരമുള്ള ദൈവമനുഷ്യനെ കുറിച്ച് സ്വർഗം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവന് വേറെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. This is the heaven's testimony that he has a different model of character. ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, but because my servant Caleb has a different spirit and follows me wholeheartedly. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവന് വേറെ ഒരു ആത്മാവുണ്ടായിരുന്നു എന്നാണ്. And here in English it reads that he had another spirit. ഇന്ന് പകലിലും പ്രിയരെ, ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഉൽപ്പുകളെ ആരാഞ്ഞറിയുന്ന കർത്താവ് കാലേബിനെ കുറിച്ച് പറയുന്നു, കാലേബ് ഹാസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്. അവന് വേറെ ഒരു ആത്മാവുണ്ടായിരുന്നു. The one who knows the secret of your heart, he's saying that, hey Caleb, you have a different spirit. Hallelujah. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവൻ. And the person who completely obeys the Lord. Hallelujah. ഇന്ന് പകലിൽ പ്രിയരെ, സ്വർഗ്ഗം നമ്മളെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? Oh beloved, what does the heaven give testimony about you? നമ്മളെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞാൽ സ്വർഗ്ഗം എന്താണ് പറയാൻ? What is the testimony if heaven is giving about you? ഇന്ന് പകലിൽ ഒന്ന് ചിന്തിക്കണേ. You have to listen to that. ഇവിടെ നോക്കിക്കേ, കാലേബിനെ കുറിച്ച് ദൈവം പറയുന്ന അവൻ വേറൊരു സ്വഭാവം, അവൻ വേറൊരു ആത്മാവുള്ളവൻ. And here is heaven testifying that Caleb is a person with a different spirit. ഇന്ന് പകലിൽ എനിക്ക് ഈ ഭാഗത്ത് നിന്ന് കർത്താവ് തന്ന ഒരു ചെറിയ ചിന്തയാണ് ഇന്ന് പകലിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ I would like ആഗ്രഹിക്കുന്നത്. to share a simple thought that God has given to you. കാലേബ് എന്ന വാക്കിന്റെ അർത്ഥം എന്നെ വളരെ കൗതുകരമായി തോന്നിയ ഒരു ഭാഗം. കാലേബ് എന്ന വാക്കിന്റെ അർത്ഥം ഡോഗ് എന്നാണ്. ഡോഗ്, പട്ടി എന്നാണ്. Okay, the meaning of the Caleb is dog. ഞാൻ ഈ ഒരു അർത്ഥം ഒത്തിരി ഭാഗത്ത് ഞാൻ തിരഞ്ഞു. And I searched different places for the meaning. എല്ലാ ഭാഗത്തും കാലേബ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഈ അർത്ഥം
ഡോഗ് എന്നാണ്. And all the places, the meaning for that is dog. എന്താണ് പട്ടിയുടെ പ്രത്യേകത? And do you know what the characteristics of a dog is? യജമാനനോട് ലോയൽറ്റി കാണിക്കുന്നവനാണ് ഈ ഡോഗ്. And the dog is always be faithful with the servant or the owner. ഈ പ്രസംഗകരുടെ പ്രഭുവായിരുന്നു സ്പർജൻ. And the Spurgeon, he was the king of the preachers. ഒരിക്കൽ സ്പർജൻ കാലേബിനെ കുറിച്ച് ഇങ്ങനെ And പറഞ്ഞിട്ടുണ്ട്. Spurgeon told about Caleb like this. കാലേബ് ഒരു വേട്ടപ്പട്ടി പോലെയായിരുന്നു. And we can see he was like a dog, wild dog. നമുക്കറിയാം ഒരു വേട്ടക്കാരന്റെ കൂടെ രണ്ട് കാര്യം കാണും. And there are two things that happens for a wild dog. ഒന്ന് ഒരു വേട്ടപ്പട്ടി ഉണ്ടാകും. And there will be a wild dog. രണ്ട് ഒരു കുതിരയുണ്ടാകും. And there will be a horse, a person who ഈ രണ്ട് പേരും ഈ വേട്ടക്കാരന്റെ കൂടെ ചലിക്കും. And we can see there's two people, they will go together with a hunter. ഈ വേട്ടക്കാരൻ വേട്ടയ്ക്ക് പോകുമ്പോൾ When this hunter goes for hunting, അവൻ കുതിരയുടെ പുറത്ത് കയറി റൈഡ് ചെയ്യാൻ തുടങ്ങും. and he will ride on a horse. അവൻ പാഞ്ഞായിരിക്കും പോകുന്നത്. And he may be going very fast. എന്നാൽ ഈ വേട്ടപ്പട്ടിയുടെ ഒരു പ്രത്യേകത, And the wild dog, the dog that goes for hunting, കുതിര എത്ര സ്പീഡിൽ പോകുന്നു how fast is the horse? അത്രയും സ്പീഡിൽ ഈ വേട്ടപ്പട്ടി മൂടും. And we can see this hunter dog will also run. ഒരു പക്ഷേ ഈ വേട്ടപ്പട്ടി ഈ കുതിരയുടെ കാല് കൊണ്ട് ഒരു പക്ഷേ വേട്ടപ്പട്ടിക്ക് തൊഴി കിട്ടും. And maybe sometimes he get a kick from the horses. ഒരു പക്ഷേ ആ ഓട്ടത്തിന്റെ ആ സ്പീഡിൽ ഒരു പക്ഷേ വീണെന്നിരിക്കും. And maybe because of how fast he runs, he may fall down. എന്നെങ്കിലും യജമാനനോടുള്ള ലോയൽറ്റി നിമിത്തം, But because of the loyalty towards his master, യജമാനനോടുള്ള അനുസരണം നിമിത്തം, because of his obedience towards the അവൻ ആ master, കുതിരയോട് കൂടെ പായാൻ തുടങ്ങും. and he will run fast with the horse. കാലേബും ഇങ്ങനെയുള്ളവനായിരുന്നു. This is a Caleb, same with the Spain. യജമാനനോട് ചേർന്ന് നിന്ന് ലോയൽറ്റി കാണിച്ചവനാണ് കാലേബ്. He is the person who showed a loyalty that was with his master. ദൈവത്തോട് വിധേയത്വം കാണിച്ചവനായിരുന്നു കാലേബ്. He was a person who went down with the God. ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നു കാലേബ്. All the circumstances he was obedient to God. ഹല്ലേലൂയ. Hallelujah. എന്തായിരുന്നു റീസൺ? എന്തായിരുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള റീസൺ? What was the reason that he stood with God? നമുക്കറിയാം ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. And we can say the Israelites came out of Egypt. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത കനാനിലേക്ക് അവർ യാത്ര And they ചെയ്യുകയാണ്. were going into Canaan, the promised land. അങ്ങനെ അവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ When they entered into the land, കനാനിലേക്ക് എത്തുന്നതിന് മുൻപ് just before entering to the land, ദൈവം അവിടെ ഒരു കൽപ്പന there പുറപ്പെടുവിക്കുകയാണ്. was a commandment that God gave. നമുക്കറിയാം നമ്പേഴ്സ് സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് ആ ഭാഗങ്ങൾ കാണാം. Numbers 13 verses 1 we read. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. This is what we read. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. നോക്കുക, അപ്പോൾ ദൈവം ഇവിടെ ഒരു കമാൻഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ദേശത്തെ ഒറ്റുനോക്കാൻ ചിലരെ അയക്കണം. And he says that send some men to go to the land that I am giving so that they can see and come back. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ കമാൻഡ് പ്രകാരം 12 പേരെ തിരഞ്ഞെടുത്ത് ഒറ്റുനോക്കാൻ അയക്കുക. And according to the commandment, they took care of the 12 people, or chosen 12 people. ആ 12 പേരും ഒറ്റുനോക്കാൻ പോയി. And these 12 people went to the land to search. 40 ദിവസം എടുത്തു ഒറ്റുനോക്കി തിരിച്ചു വരാൻ. And it took 40 days to go search and come back. ആ 12 പേരും ചെന്ന് 12 പേരും തിരിച്ചു വന്നു. And we can say 12 people went and the 12 people came back. എല്ലാവരും ഒന്നാമത്തെ റിപ്പോർട്ട് കൊടുക്കുക. And this is the first report they gave. ഒന്നാമത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ്, 12 പേര് കൊടുത്തത് അതൊരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. All the 12 gave the same report, that is a blessed land. പാലും തേനും ഒഴുകുന്ന ദേശമാണ്. It is a land with the milk and honey. എല്ലാം കൊണ്ട് സമ്പന്നമായ ദേശമാണ്. And this is a land with all the riches and wealth. ഒന്നാമത്തെ പോയിന്റ് എല്ലാവരും ഒരുപോലെ പറഞ്ഞു. And with the one point everybody said exactly the same. അതിനുശേഷമുള്ള അഭിപ്രായങ്ങൾ, And after that what they said, അഭിപ്രായങ്ങൾ and വ്യത്യസ്തമുള്ളതായിരുന്നു. there were so many other kind of testimonies that said about it. 10 പേര് പറഞ്ഞത് നെഗറ്റീവ് റിപ്പോർട്ടാണ്. All the 10 said the negative report. എന്നാൽ 2 പേര് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. And 2 people stood for God. എന്താണ് 10 പേര് പറഞ്ഞത്? What did the 10 people say? 13-ാം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ Let ക്ഷണിക്കുകയാണ്. us go to the 13th chapter of Numbers. 13-ാം അധ്യായത്തിൽ 27 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ Verses 27 onwards we read. 10 പേര് പറയുന്ന റിപ്പോർട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. This is the report that has been written there. ഇങ്ങനെയാണ് അവർ പറയുന്നത്. This is what it is written. അവിടുത്തെ
അവിടുത്തെ ജനങ്ങൾ ബലവാന്മാരാണ്. Their people are very strong. അവിടുത്തെ പട്ടണങ്ങൾ ഉറപ്പും വലിപ്പവും The ഉള്ളതാണ്. cities are walled and great. തീർന്നില്ല. ആ 31-ാമത്തെ വാക്യം, And 31 verse. ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല. We are not able to go against these people. അവർ നമ്മിലും They are ബലവാന്മാരാണ്. stronger than us. 32-ാമത്തെ വാക്യം, Verses 32 says, അവർ പറയുന്നത് അവിടുത്തെ നിവാസികൾ നമ്മളെ തിന്നുകളയുന്ന ദേശമാണ്. and they said the inhabitants will eat us up. അവർ മല്ലന്മാരുടെ സന്തതികളാണ്. And they said they are man with a great stature. അവരുടെ മുൻപിൽ നമ്മൾ വെട്ടുക്കിളിയെ പോലെ. And then we will become like a bird. ഒന്നാമത്തെ റിപ്പോർട്ട് എല്ലാവരും ഒരുപോലെ നിന്നു. And the first report was all good. എന്നാമത്തെ രണ്ടാമത്തെ റിപ്പോർട്ടിലേക്ക് വന്നപ്പോൾ And when it came to the second report, 10 പേര് പറഞ്ഞത് നെഗറ്റീവാണ്. 10 people said negative. അവർ പറഞ്ഞു, അയ്യോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. And they said we cannot go to that inhabitants. നമ്മൾ അവിടെ ചെന്നാൽ നമ്മളെ തിന്നുകളയും. Because they will eat us up. അവിടുത്തെ പട്ടണങ്ങൾ ഉറപ്പുള്ളതാണ്. Their city walls are great and strong. എന്നാൽ 2 പേര്, But 2 people said, മൈനോറിറ്റിയായി 2 പേര്, and there were minority, and the 2 people said, അവർ ദൈവത്തിന്റെ കൂടെ നിൽക്കുകയാണ്. they stood with God. ഈ 14-ാം അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ നോക്കണേ. And we can see 14 verses 6. ദേശത്ത് ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവായും യെഫൂന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു. ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. And Joshua the son of Nun, Caleb the son of Jephunneh, which were of them, searched the land, rent their clothes, and they spake unto the company of children of Israel, saying, the land which we passed through to search it is an exceeding good land. നോക്കിക്കേ, രണ്ട് പോയിന്റ്സ് ഇവിടെ കാണുക, 2 റിപ്പോർട്ട്. There are 2 reports we see. ഒരു റിപ്പോർട്ടിൽ മെജോറിറ്റി ആൾക്കാർ നിൽക്കുന്നു. And on one report the majority is there. ഒരു റിപ്പോർട്ടിൽ മൈനോറിറ്റി ഉള്ള ആൾക്കാർ. Another report the minority. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ കയറുക. And let me enter into the wisdom, the message that the Holy Spirit gave to me. മെജോറിറ്റി പറഞ്ഞവരും ഫാക്റ്റ് ആണ് പറഞ്ഞത്. And we can see the majority what they said is a fact. കാരണം അവർ അവിടെ കണ്ട കാര്യമാണ് പറഞ്ഞത്. They saw they told what they saw. അവർ ഈ മല്ലന്മാരെ അവർ കണ്ടു. They saw these great people with the great stature. അവിടുത്തെ പട്ടണങ്ങളെ അവർ And കണ്ടു. they saw the city strong. അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. They saw everything and they അവർ correctly said it. പറഞ്ഞതെല്ലാം ഫാക്റ്റ് ആണ്. They said it fact. എന്നാൽ മൈനോറിറ്റി ആയി 2 പേര് അവിടെ നിൽക്കുക. But 2 people who are minority they are standing. അവരും ഈ ഫാക്റ്റ് കണ്ടു. And they saw this fact. എന്നാൽ ആ ഫാക്റ്റിനെ അവർ സമീപിച്ചത്, But when they went in with the fact in this manner, അവർ ദൈവമാരെന്നുള്ള ആ പെർസ്പെക്റ്റീവിലാണ്. they went into the manner who our God is. മറ്റുള്ളവർ ജഡീക കണ്ണുകൊണ്ട് അവർ കണ്ടപ്പോൾ When they saw with the flesh eyes, മൈനോറിറ്റി ആയി നിന്ന 2 പേര് കണ്ടത് ആത്മ കണ്ണിലൂടെയാണ്. and the minority saw with the spiritful eyes. ഇന്ന് പകലിൽ ദൈവസഭയോട് ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. Today let me pass down the message of the Holy Spirit to you. നിന്റെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഫാക്റ്റ് പോലെ ശരിയായെന്ന് നിനക്ക് തോന്നും. Maybe that things that is there before you is a fact. ആ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് പറയും അത് ശരിയാണെന്ന്. The human perspective will say that is true indeed. എന്നാൽ ഇന്ന് പകലിൽ ഗോഡ്സ് പെർസ്പെക്റ്റീവിനകത്ത് കയറി നിന്ന് Oh, today you should stand in the midst of the God's perspective. ആത്മ കണ്ണിലൂടെ നീ അത് കണ്ടാൽ, If you see through the eyes of the Holy Spirit, നിന്റെ ദൈവം ആരെന്ന് നീ തിരിച്ചറിയും. you will understand who your God is. ഫാക്റ്റ് പറയും അത് നടക്കില്ലെന്ന്. Fact says that is not possible. നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസം പറയും അത് നടക്കുമെന്ന്. The faith that calls into you will say that will ഇന്ന് പകലിൽ happen. ഞാൻ പറയുന്ന ദൂതിന് ആമേൻ പറയാൻ എത്ര പേരുണ്ട് ഇവിടെ? How many people will say amen for that ഇന്ന് പകലിൽ message? വിശ്വാസത്തിന് ചെവി കൊടുക്ക. Oh, you have to give ear to the faith. ഫാക്റ്റിന് ചെവി കൊടുക്കരുത്. Don't give your ears to the fact. Hallelujah. Hallelujah. ഇവിടെ നോക്കുക, Let us turn here. യോശുവയും കാലേബും Here is Joshua and Caleb. അവർ ഫാക്റ്റിന് ചെവി കൊടുത്തില്ല. They didn't give ears to the fact. അവരുടെ വിശ്വാസത്തിന് ചെവി കൊടുത്തു. They gave ear to the faith. അവരുടെ വിശ്വാസത്തിന് ചെവി കൊടുത്തു. They gave the ear to their faith. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, Let me call out and tell you. ഫാക്റ്റ് അതുപോലെ തന്നെ അവിടെ കാണും കേട്ടോ. Let the fact be exactly where it is. യോശുവയും കാലേബിന്റെയും ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. That's what it happened and mattered in Joshua and Caleb. ഫാക്റ്റ് അങ്ങനെ തന്നെ നിൽക്കുക.
Let the fact be there. എന്നാൽ ഈ ദൈവപുരുഷന്മാരെ നിങ്ങൾ നോക്ക്. But see the other people, the God servants. ഫെയ്ത്തിൽ അവർ ആശ്രയിച്ചു. They trusted the faith. ദൈവത്തിൽ അവർ They ആശ്രയിച്ചു. trusted the God. ദൈവത്തിൽ അവരുടെ വിശ്വാസം അവർ ഇട്ടു. And they put their faith in God. അവർ വിളിച്ചു പറയുകയാണ്, And they are calling out. വാഗ്ദത്തം ചെയ്ത ദൈവം നമുക്കത് തരും. The one who has promised will give us. വാഗ്ദത്തം ചെയ്ത ദൈവം നമുക്കത് തരും. The one who promised will give us. ഫാക്ട് എന്തൊക്കെയായാലും Whatever may be the fact. ഇന്ന് പകൽ ഫെയ്ത്ത് നിന്നോട് വിളിച്ചു പറയുന്നു. Oh, today the faith is calling out. വിശ്വാസം നിന്നോട് വിളിച്ചു പറയുന്നു. The faith is calling out. വിശ്വാസം നിന്നോട് പറയുന്നു, The കുഞ്ഞേ, faith is calling out. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. The one who has given you the promise അത് is faithful. പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. And he is able to complete ഇന്ന് it. പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇരു കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. Oh, let us praise God. ഇരു കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ഫാക്ടിനെ ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. Thank you, Jesus. വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കർത്താവിനെ സ്തോത്രം ചെയ്യാം. Somebody receive the word. Hurabalaba shatala dhiyatala. Hallelujah. അപ്പം ഈ മെജോറിറ്റി ആൾക്കാര് ഇങ്ങനെ നിൽക്കുക. Majority are standing. ഇന്നലെ രാത്രി ഞാനിത് ഇങ്ങനെ വേറൊരു മെസ്സേജാണ് പ്രിയരെ, എനിക്ക് ദിവസം നിൽക്കുന്നുണ്ട് കള്ളം പറയുമ്പോൾ വേറൊരു മെസ്സേജാണ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തത്. And there was another message that I was preparing. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് തയ്യാറാക്കുമ്പോഴാണ് ഇതിലേക്ക് കർത്താവിനെ ഡൈവേർട്ട് ചെയ്തത്. When I was preparing the message, the other title, this is what the Holy Spirit. എന്നോട് ഒരു വാക്കാണ് ഞാൻ കേട്ടത്. This is only one word I heard. ഫാക്റ്റ് കയറി വിശ്വസിക്കരുത്, ദൈവത്തിൽ കയറി വിശ്വസിച്ചോണം. And this is the word that came. Don't believe in the fact. Come on, get into the faith and believe Him. ഇന്ന് പകരം ഫാക്റ്റിൽ വിശ്വസിക്കരുത്, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിച്ചോണം. Oh, you should never believe in the fact, but give to the ears to the promise. ഒരു പക്ഷേ മെജോറിറ്റിയുള്ള ആൾക്കാർ ഫാക്റ്റിൽ വിശ്വസിക്കുന്നവരാകാം, നീ മൈനോറിറ്റി ആകാം. ഇന്ന് പകരം ദൈവത്തെ വിശ്വസിക്കുക. The majority may believe in the fact, but you as a minority should believe the faith. Hallelujah. Glory to God. Amen. Amen. നോക്കിക്കേ, അവിടെ ഇവർ വിശ്വസിക്കുക. And there they believed. 14:9 ഇങ്ങനെ പറയുന്നുണ്ട്. 14:9 we read like this. കാലേബ് ഇങ്ങനെ പറയുന്നു, This is Caleb saying, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം വരുത്, ആ ദേശത്തിലെ ജനത്തെ നിങ്ങൾ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. and he said that because Lord is there, don't be afraid. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മജോറിറ്റിയുള്ള ജനം അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് കാലേബിനെ എറിയാൻ കല്ലെടുക്കുകയാണ്. And we can see that as soon as they said this, they took the stone to throw at them. ഇത്രയൊക്കെ യോശുവയും കാലേബും അവരോട് പറഞ്ഞിട്ടും And after all this being said, 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, the 10th word we read, എന്നാറേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. but the congregation said that let me throw the stone to them. കാരണം മെജോറിറ്റി പറയുന്നതിന്റെ കൂടെ എപ്പോഴും ജനം, Always people are there with the majority. എപ്പോഴും അവരുടെ കൂടെ ആൾക്കാര്. And always people are there with the കഴിഞ്ഞ majority. ദിവസം ഞാൻ കേട്ട ഒരു പദം ഇങ്ങനെയാണ്, And this is what the word that I ഒരു heard. കള്ളം 100 പ്രാവശ്യം പറഞ്ഞാൽ And if you say a lie 100 ആ times, ജനം അത് വിശ്വസിക്കും. and the people will believe. അതാണ് ജനത്തിന്റെ സൈക്കോളജി എന്ന് And that's പറയുന്നത്. the people's psychology. അത് മജോറിറ്റി ഉള്ളവരുടെ കൂടെയാണ് എപ്പോഴും ജനം. And we can see the people will be there with the എന്നാൽ majority. ഇവിടെ മൈനോറിറ്റി ആയി നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നു, But here is a person who is standing as a minority and calling out. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. Never be fear on those people. ദൈവം അവർക്ക് നമ്മെ തന്നിരിക്കുകയാണ്. God has given those people to us. ദൈവത്തോട് നിങ്ങൾ മത്സരിക്കരുത്. You should not have any kind of competition with God. ഇങ്ങനെ കാലേബ് പറഞ്ഞിട്ട് This is how the Caleb said, and നോക്കുക, then, ഇങ്ങനെ പറയുമ്പോൾ അവർ കല്ലെടുത്തു. and as soon as he was telling, they took the stone. ഇതെല്ലാം കണ്ടു നിന്ന സ്വർഗം. And the heavens saw all these things. 23ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ And 23rd word we read like this. ഇങ്ങനെയാണ് സ്വർഗം പറയുന്നത്, And this is what the heaven told. അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. And the land that I swear to the fathers, they will not see. എന്നെ
നിരസിച്ചവർ ആരും അത് കാണുകയില്ല. And the one who has provoked me, they will never see it. എത്രയോ വാണിംഗ് ആണത്. How much a greater warning it is. ദൈവം ആരെന്നവർക്കറിയാം. They know who the God is. മരുഭൂമി കൂടി നടത്തിയ ദൈവത്തെ അവർക്കറിയാം. They know the God who took them through the wilderness. മന്ന കൊടുത്ത ദൈവത്തെ അവർക്കറിയാം. They know the God that gave manna. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവത്തെ They അവർക്കറിയാം. know the God that separated the Red Sea. ഹല്ലേലൂയ. അവർക്ക് ഇറച്ചി കൊടുത്ത ദൈവത്തെ അവർക്കറിയാം. They know the God that gave them the great flesh to them. അവരുടെ മുൻപിൽ ശത്രു സൈന്യത്തെ നിലംപരിച്ചാക്കിയ ദൈവത്തെ അവർക്കറിയാം. They know the God that shattered the enemies before എങ്കിലും them. ഒരു ചെറിയ വിഷയത്തിന്റെ മുൻപിൽ വന്നപ്പോൾ But when they came to a little matter, മെജോറിറ്റി പറയുന്നു നമുക്കത് നടക്കത്തില്ലെന്ന്. and they are saying that it is not possible with ഈ us. അവിശ്വാസമുള്ള തലമുറയെ നോക്കി ദൈവം പറയുന്നു, And this is what the God who saw this unfaithful, എന്നെ നിരസിച്ചവരാരും ആ വാഗ്ദത്ത ദേശം കാണത്തില്ല. the one who has not provoked me will never see the land. ഇന്ന് പകലിലും ദൈവസഭയോട് എനിക്ക് പറയാനുള്ളൊരു ദൂത്. Today I want to tell you to the church the message from God. വാഗ്ദത്തം ചെയ്ത ദൈവം If the God has given you the promise, ഒരു വലിയ സ്വപ്നം നിങ്ങളെ കുറിച്ചുണ്ട്. there is a greater vision about ഒരു you. വലിയ പ്ലാൻ നിന്റെ മേൽ ദൈവം There ഇട്ടിട്ടുണ്ട്. is a plan on your life. എന്നാൽ ആ ദൈവത്തെ അവിശ്വസിക്കാൻ തുടങ്ങിയ, But if you start unbelieving അവൻ God, പറഞ്ഞ വാഗ്ദത്തത്തെ അവിശ്വസിക്കാൻ തുടങ്ങിയ, but if you don't believe the promise of the Lord, ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങിയ, and if you start a competition with God, വാഗ്ദത്തം ചെയ്തവന് അത് ഡിനൈ ചെയ്യാനും അധികാരമുണ്ട്. and the one who has promised has the power to deny it. ഒന്നുകൂടെ ഞാൻ പറയും, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് അത് ഡിനൈ ചെയ്യാൻ അധികാരമുണ്ട്. There's a power of a God who has given you the promise to deny even. ഇവിടെ നോക്കിക്കേ, ദൈവം പറയുന്നു അവർക്കത് കാണുകയില്ല. And here it says they will not see the land. എന്നാൽ കാലേബിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം, But there is a testimony about Caleb. ഒരു മനുഷ്യനല്ല അത് പറയുന്നത്, And it's not a person who is telling. ഒരു രാജാവല്ല അത് പറയുന്നത്. And this is not the king who is telling. ദൈവം പറയുക, And God is telling. എന്നാൽ എൻ്റെ ദാസനായ കാലേബോ, Oh, my servant Caleb. അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. Because my Caleb, my son, had a different spirit, I will surely make him fully, and he will possess the land. കാലേബിന്റെ പ്രത്യേകത എന്തായിരുന്നു? What was the different അവൻ character of Caleb? അവൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. He was a person who always believed God. കാലേബ് വിശ്വാസത്താൽ ചലിച്ച ദൈവമനുഷ്യനായിരുന്നു. And we can say he was a person who walked through faith. കാലേബ് ഭയത്തിൽ നടന്ന വ്യക്തിയല്ലായിരുന്നു. And he was not a person who walked by fear. 10 പേരെ ഭയം ചലിപ്പിച്ചപ്പോൾ When thus 10 were in fearful, 2 പേരെ വിശ്വാസം ചലിപ്പിച്ചു. and 2 of them were walked through faith. 10 പേർ ഭയത്തിൽ ചലിച്ചപ്പോൾ When 2 people walked by fear, 2 പേർ വിശ്വാസത്താൽ ചലിക്കാൻ തുടങ്ങി. 2 people started walking by faith. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലിൽ എന്തെങ്കിലും ഭയം നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ, And if there is any fear that is been hunting you, ഇന്ന് പകലിൽ അതിനോട് നോ പറഞ്ഞിട്ട് and to that you should say no. വിളിച്ച ദൈവത്തിൽ വിശ്വസിക്കാൻ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender yourself to the God that called you. ദൈവം നമ്മളെ ബലപ്പെടുത്താനായി വിശ്വാസത്തെ യൂസ് ചെയ്യുമ്പോൾ, And when God uses our faith to strengthen us, പിശാച് നമ്മളെ ക്ഷീണിപ്പിക്കാൻ ഭയം കൊണ്ടുവന്നിടും കേട്ടോ. Satan will bring the fear to make us weaken. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, Let me call it out. ദൈവം നമ്മളെ ബലപ്പെടുത്താനായി വിശ്വാസം കൊണ്ടുവരുമ്പോൾ, Oh, when God will strengthen us with faith, നമ്മളെ ക്ഷീണിപ്പിക്കാൻ പിശാച് ഭയം കൊണ്ടുവന്നിടും. Satan will weaken us by giving fear in us. ഇന്ന് പകലിലും ഏതെങ്കിലും ഭയത്തിനകത്ത് ചലിക്കുന്ന വ്യക്തികൾ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ, If there is anybody who is walking in fear, ഇന്ന് പകലിൽ ആ ഭയത്തെ ക്യാൻസൽ ചെയ്യുന്ന പകലാകണം ഇന്ന് പകൽ. oh, today should be the morning that it cancels the fear. നാളെ ഓർത്ത് ഭയപ്പെടുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ, If there is anybody who is fearful about tomorrow, ഇന്ന് പകലിൽ ഭയത്തിൽ ചലിക്കരുത് കേട്ടോ. oh, you should not walk in fear. വിശ്വാസത്തിനകത്ത് ചലിച്ചു തുടങ്ങ. You have to walk in faith. Hallelujah. കാലേബ് അതാ ചെയ്തത്. This is what Caleb said. ഭയമായിരുന്നു മറ്റുള്ളവർക്ക്, All others had fear. എന്നാൽ കാലേബിനെ പിടിച്ചിരുന്നത് ഭയമല്ല, വിശ്വാസമായിരുന്നു.
And because of the Caleb was surrounded by faith, not fear. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. This is one verse in Psalms 118 തോന്നുന്നു. 118 verses 8. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. Many have trust in the horses and chariots. ഞാനോ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. And I will trust in the Lord. ഇന്ന് പകലിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. Let our trust be in our Lord. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെക്കുക. Let us have complete trust in our God. കണ്ണുകളെല്ലാം ദൈവത്തിൽ. Let all eyes be closed. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കാലേബിനെ പോലെ വ്യത്യസ്തമായ സ്വഭാവമുള്ളവരായി നമുക്കൊന്ന് തീരാം. ലോകം പറയും, ഫാക്ട് പറയും, നടക്കില്ല. എന്നാൽ ഇന്ന് പകലിൽ ഫെയ്ത്ത് നിന്നോട് പറയുന്നു അത് നടന്നിരിക്കും. കാലേബിന്റെ മുൻപിൽ വന്ന ഈ സിനാരിയോ അങ്ങനെയായിരുന്നു. 10 പേർ വന്ന് പറഞ്ഞത് ഫാക്റ്റ് ആയിരുന്നു. എന്നാൽ മൈനോറിറ്റിയായി 2 പേർ നിന്ന് ദൈവത്തിൽ വിശ്വസിച്ച് അവിടെ കാലുകളെ വെച്ചപ്പോൾ പിന്നെ കണ്ടത് അവിടെ ചരിത്രമാണ്, ചരിത്രം. എന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവിശ്വസിച്ചവരാരും ആ വാഗ്ദത്ത കനാനിലെത്തിയില്ല. വാഗ്ദത്തം അവർക്ക് ലഭിച്ചില്ല. അത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. കുഞ്ഞേ, ദൈവമാണോ നിങ്ങളോട് പറഞ്ഞേ? ദൈവമാണോ വാഗ്ദത്തം ചെയ്തേ? പകലിൽ ആ ദൈവത്തിൽ കയറി അങ്ങ് വിശ്വസിക്കേ. ഒരു പക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർ എങ്ങനെ പറയും? ഞാൻ കടന്നു പോകുന്ന വിഷയം, ഞാൻ ഫേസ് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എല്ലാ റീസണിങ്ങും ഉണ്ട്. ശരിയാണ് കുഞ്ഞെ, ശരിയാണ്. ഇത് പകൽ ആ ഫാക്റ്റിനെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഫെയ്ത്തിനകത്ത് കയറ്. ഹ്യൂമൻ പെർസ്പെക്റ്റീവ് നിങ്ങളോട് പറയും അത് നടക്കില്ല. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിനകത്ത് നീ കയറുന്നു. ആത്മകണ്ണിലൂടെ കാണുമ്പോൾ നീ കാണും നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതിൽ.